നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ശനിയും വ്യാഴവും ഒരുമിച്ച് അനുഗ്രഹം തരുന്ന രണ്ട് രാശിക്കാരുണ്ട്. അത് നോക്കാം. അതായത് നിങ്ങൾക്കറിയാം, 2025 മാർച്ച് 29 രാത്രി 10:39 PM ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രാശി മാറുന്നു. അതുപോലെ തന്നെ 2025 മെയ് 14 രാത്രി 10:07 PM വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ ഈ രാശിമാറ്റങ്ങൾ രണ്ടും അനുകൂലമായിട്ട് വരുന്ന രണ്ട് രാശിക്കാരേ ഉള്ളൂ. അത് ഏതൊക്കെ രാശിക്കാരാണെന്നാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പിന്നെ എല്ലാ ദിവസവും നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യം പറയാം. ഈ ജ്യോതിഷം നോക്കുന്നതിന് ദക്ഷിണ കൊടുക്കുന്നൊരു ആചാരമുണ്ട്. അത് ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഒരു 1-2% ഫലപ്രാപ്തി കുറയും ദക്ഷിണ കൊടുത്തില്ലെങ്കിലും. ഞങ്ങൾ പണമായിട്ട് ദക്ഷിണ ചോദിക്കുന്നതിന് പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇവ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക. അപ്പോൾ നമുക്ക് നോക്കാം. ശനിയും വ്യാഴവും ഒരുമിച്ച് സർവ്വസൗഭാഗ്യം കൊടുക്കുന്ന രാശിക്കാർ 2 പേരെ ഉള്ളൂ. അപ്പോൾ അത് ഈ ശനിയും വ്യാഴവും ഒരുമിച്ച് അനുകൂലമാകുമ്പോൾ ഉള്ള ഫലങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാം. ഏതാണ്ട് എല്ലാവിധ ലൗകിക സുഖങ്ങളും ഈ 2 രാശിക്കാർക്കും ലഭിക്കാൻ പോവുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ മാത്രമല്ല, വ്യാഴം കൊണ്ട് നേട്ടം വരുന്നത് ഇതാണ്. പ്രധാനമായിട്ടും സർവവിധ സൗഭാഗ്യം, ദൈവാധീനം വർദ്ധിക്കും. അതുപോലെ തന്നെ ഗൃഹലാഭം, വാഹനലാഭം, ശയനസുഖം, ഭക്ഷണസുഖം, വസ്ത്രലാഭം, ആഭരണലാഭം, ചുരുക്കത്തിൽ എല്ലാവിധ ലൗകിക സുഖങ്ങളും ഈ രാശിക്കാർക്ക് പ്രത്യേകമായിട്ട് കൂടുതൽ ലഭിക്കാൻ പോവുകയാണ്. പിന്നെ ശനി അനുകൂലമായിട്ട് മാറുമ്പോൾ സർവകാര്യ വിജയം, പിന്നെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഉയർച്ച, ബിസിനസ്സിലും മറ്റ് തൊഴിലിലുമൊക്കെ ഉയർച്ച, അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് നേട്ടങ്ങളുണ്ടാവും. അതായത് സാങ്കേതിക മികവ് കൊണ്ട് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ, വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അങ്ങനെ എല്ലാവിധത്തിലുള്ള സർവ്വ സൗഭാഗ്യങ്ങളും കിട്ടുന്ന 2 രാശിക്കാർ. അതാരൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒരു രാശിക്ക് 11ാം ഭാവത്തിലേക്കാണ് ശനി മാറുന്നത്. അതേസമയം അവരുടെ 2ാം ഭാവത്തിലേക്ക് വ്യാഴവും മാറുന്നു. ഓക്കെ. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഇവർക്ക് രാഹുവും കേതുവും മെയ് 18 മാറുന്നത് അനുകൂലമല്ല. ശനി മാറുന്നത് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്കാണ്. ഏറ്റവും മുന്തിയ സൗഭാഗ്യങ്ങളാണ്, അനുഗ്രഹങ്ങളാണ് ശനി ഇവർക്ക് കൊടുക്കുന്നത്. പക്ഷെ ഇവർക്ക് രാഹുവിൻ്റെയും കേതുവിൻ്റെയും മെയ് 18 മാറ്റം അനുകൂലമല്ല. അതേസമയം മറ്റേ ഒരു രാശിക്ക് വ്യാഴം മാറുന്നത് ഭാഗ്യസ്ഥാനത്തേക്കാണ്. ഏറ്റവും കൂടുതൽ ദൈവാധീനം വർദ്ധിക്കുന്ന രാശിയാണ് അത്. അതുപോലെ തന്നെ ഇവർക്ക്
6-ാം ഭാവത്തിലേക്ക് ശനി മാറുകയും ചെയ്യുന്നു. പക്ഷേ ഇവർക്ക് രാഹുവും കേതുവും മാറുന്നത് അനുകൂലമാണ്. അപ്പോൾ ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ഈ ശനിയും വ്യാഴവും രാഹുവും കേതുവും ഒരുമിച്ച് 4 ഗ്രഹങ്ങൾ ഒരുമിച്ച് ഇവർക്ക് അനുകൂലമായിട്ട് വരികയാണ് മെയ് 18 മുതൽ. അപ്പോൾ അത് ഇവർക്ക് കൂടുതൽ സൗഭാഗ്യങ്ങൾ നൽകുന്നു. എന്തായാലും ആദ്യം നമുക്ക് 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്ക് ശനി മാറുന്ന, അതുപോലെ തന്നെ വ്യാഴം ധനസ്ഥാനത്തേക്ക് 2-ാം ഭാവത്തിലേക്ക് മാറുന്ന രാശി ഏതാണെന്ന് നോക്കാം. അത് ഇടവം രാശിയാണ്. കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവം രാശിക്ക് ശനി മാറുന്നത് 11-ാം ഭാവത്തിലേക്ക് ലാഭസ്ഥാനത്തേക്ക്. അതായത് സർവകാര്യ വിജയം അതിൻ്റെ അത്യുന്നതങ്ങളിൽ ഇവർക്ക് ലഭ്യമാകും. ഇവരേർപ്പെടുന്ന ഏത് കാര്യത്തിലും ഇവർക്ക് വിജയം സുനിശ്ചിതമാണ്. അതുപോലെ തന്നെ 2-ാം ഭാവത്തിലേക്ക് ധനസ്ഥാനത്തേക്ക് ഇവർക്ക് വ്യാഴവും മാറുന്നു. അപ്പോൾ മെയ് 14 തൊട്ട് ഇവർക്ക് ശനിയും വ്യാഴവും സമ്പൂർണമായും ഇവർക്ക് അനുകൂലമാണ്. വ്യാഴം ധനപരമാണ് ഇവർക്ക് കൂടുതലായിട്ട് സ്പെഷ്യലായിട്ട് ഇവർക്ക് കൊടുക്കുന്നത് വ്യാഴം. പിന്നെ ശനിയും വ്യാഴവും രാഹുവും കേതുവും ഒരുപോലെ ഒരുമിച്ച് അനുഗ്രഹം കൊടുക്കുന്ന രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ്. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് 6-ാം ഭാവത്തിലേക്ക് ശനി മാറുന്നു. അനുകൂലമാണ്, അതിശക്തമായ രീതിയിൽ അനുകൂലമാണ്. അതുപോലെ തന്നെ വ്യാഴം ഇവരുടെ ഭാഗ്യസ്ഥാനത്തേക്ക് 9-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. അപ്പോൾ മെയ് 14 തൊട്ട് ഇവർക്ക് അനുകൂലമാണ് ശനിയും വ്യാഴവും ഒരുമിച്ച്. അത് കൂടാതെ ഇവർക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് രാഹു ഇപ്പോഴും അനുകൂലമാണ്, 6-ാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് 5-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ രാഹുവിൻ്റെ ഗുണഫലങ്ങൾ അല്പം കുറയുമെങ്കിലും വേറൊരു സംഭവമുണ്ട്. കേതു മാറുന്നത്, അത് കേതു അഥവാ ശിഖി മാറുന്നത് 11-ാം ഭാവത്തിലേക്ക് ലാഭസ്ഥാനത്തേക്കാണ്. അപ്പോൾ ഈ രാഹുവും കേതുവും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ 11-ാം ഭാവത്തിൽ ഏറ്റവും അതിശക്തമായിട്ട് കേതു അഥവാ ശിഖി ഇവർക്ക് അനുകൂല ഫലങ്ങൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ദൃഷ്ടി കിട്ടുന്ന 5-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിനും ഏതാണ്ട് പരമാവധി നേട്ടങ്ങൾ, അനുഗ്രഹങ്ങൾ ഇവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ചുരുക്കത്തിൽ തുലാം രാശിക്ക് മെയ് 14 തൊട്ട് ഈ പ്രധാനപ്പെട്ട ദീർഘകാലം ഒരേ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെല്ലാം തന്നെ 4 എണ്ണവും അനുകൂലമായിട്ട് വരിക. അപ്പോൾ ഇവർക്ക് ശനി മാറുന്നത് 6-ാം ഭാവത്തിലേക്കാണ്. 6-ാം ഭാവം എന്ന് പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ശത്രു, രോഗം, കടം, അതുപോലെ തന്നെ കേസ്, അപകടം തുടങ്ങിയ കാര്യങ്ങളാണ്. ഇവയിലെല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കാം. കടങ്ങൾ കുറയും, കടങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാവും. പിന്നെ ശത്രുക്കൾ നിഷ്പ്രഭരാകും, ഭസ്മാകുമെന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 6-ാം ഭാവത്തിൽ. പിന്നെ രോഗങ്ങൾ കുറയും, രോഗങ്ങൾ ചിലതൊക്കെ പൂർണ്ണമായിട്ടും മാറും. പിന്നെ സൗന്ദര്യം വർദ്ധിക്കും. പിന്നെ കേസ് വഴക്കുകളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വിധി വരും. അതുപോലെ തന്നെ അപകടങ്ങളിൽ നിന്ന് ഇവർ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. പിന്നെ 9-ാം ഭാവത്തിൽ വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഭാഗ്യം, മുന്തിയ ഭാഗ്യമാണ് ഇവരെ തുണയ്ക്കുന്നത്. 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വരുമ്പോൾ അതുപോലെ തന്നെ ദൈവാധീനം അതിൻ്റെ പരമമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും.
പിന്നെ ഇവിടെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് കേതുവിൻ്റെ മാറ്റമാണ്. ശിഖിയുടെ മാറ്റം 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത്. അപ്പോൾ നിരവധി അനുഗ്രഹങ്ങൾ കിട്ടുമെങ്കിലും പ്രധാനമായിട്ടും ഞങ്ങൾ വെളിച്ചം ചാനൽ പറയുന്ന ഒരു ഫലം ഇതാണ്. കേതു 11-ാം ഭാവത്തിൽ വരുമ്പോൾ ഈ തുലാം രാശിക്കാരുടെ വാക്കുകൾ ജനങ്ങൾ ശ്രദ്ധ കൊടുക്കുകയും അവരുടെ ആശയങ്ങളുമായിട്ട് പൊതുജനങ്ങൾ ഇവരുടെ ആശയങ്ങളെ അംഗീകരിക്കുകയും അങ്ങനൊരു ജനസമ്മതി പ്രധാനമായിട്ടും കേതു 11-ാം ഭാവത്തിൽ വരുമ്പോൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രവചിക്കുന്നു. എന്തായാലും ഇതുപോലെ ഇപ്പോൾ ഉദാഹരണത്തിന് വ്യാഴം 11-ാം ഭാവത്തിൽ വരുന്ന ഒരു രാശിക്കാരുണ്ട്, ചിങ്ങം രാശി. പക്ഷേ അവർക്ക് ശനി അഷ്ടമത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ശനി അനുകൂലമാകുമ്പോൾ വ്യാഴം പ്രതികൂലമാവുകയും വ്യാഴം അനുകൂലമാകുമ്പോൾ ശനി പ്രതികൂലമാവുകയും ചെയ്യുന്ന നിരവധി രാശിക്കാരുണ്ട്. അതിലേക്ക് ഈ വീഡിയോയിൽ കടക്കുന്നില്ല. അതൊക്കെ ഞങ്ങൾ ദിനഫലങ്ങളിൽ ഞങ്ങൾ പറഞ്ഞോളാം. 2 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ ദിനഫലങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോ ദിവസവും ഉള്ള ഫലപ്രവചനങ്ങൾ ഉണ്ടാവും. 12 രാശിക്കാരെക്കുറിച്ചും അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. 2 ദിവസം കൂടുമ്പോൾ ഞങ്ങളത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾ ദയവായി കാണാൻ ശ്രമിക്കുക. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.